ട്രോഫി എടുക്കാനായിട്ട് ഫിലിപ്പ് സാറിനെ അങ്ങോട്ട് ക്ഷണിക്കും. പണി നല്ലടാ നീ ഇവിടെ ഇരിക്കണേ ആന്റി ആദ്യമേ ഇരിക്കണേ രണ്ടാമത്തെ കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആയത് ഫർഹാന് ട്രോഫി എടുക്കാനായിട്ട് ഫിലിപ്പ് സാറിനെ അങ്ങോട്ട് ക്ഷണിക്കും. മൂന്നാമത്തെ മാച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും ട്രോഫി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ടീമിന് ട്രോഫി മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, എന്ന പ്രശ്നം സോൾവ് ആയി. ഇല്ലല്ല സാർ, ട്രോഫി സാർ എടുക്കുക. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ ചാമ്പ്യൻസിന്റെ ട്രോഫി കൊടുക്കാനായിട്ട് അംബേദ്കർ ഒരാളിനെ കൂടി ക്ഷണിക്കാം. ഞാൻ നിങ്ങളുടെ എല്ലാവരും ടീം നിങ്ങൾ രണ്ട് സൈഡിൽ രണ്ട് ടീമും മാനേജ്മെന്റ് അകത്ത് വരിക, അകത്തോട്ട് മാനേജ്മെന്റ് കൂടെ വരിക. ഞങ്ങള് സംഘാടകരുടെ ആളുമില്ല, ആരുമില്ല. ഞങ്ങൾ കോമൺ അമ്പയറാണ്, TDC അപ്ലിക്കേറ്റഡ് ആയ ഞങ്ങളുടെ ജോലി കളി പരമാവധി നടത്തുക എന്നുള്ളത്. സ്റ്റോപ്പ് ചെയ്യിക്കുന്നതാണ് ഒന്ന്. ഇരിക്കിയാൽ കളി സ്റ്റോപ്പ് ചെയ്യിക്കേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങൾ അതിന് ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് തരുമ്പോൾ ഞങ്ങളത് പൂർത്തീകരിക്കാൻ നോക്കും. ഫൈനൽ ആകുമ്പോൾ DLS എടുക്കേണ്ടത് 14ാമത്തെ ഓവറിൽ എടുക്കേണ്ടതാണ്. ആക്ച്വൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 15 ഓവർ വരെ കളി പോകുള്ളൂ. പക്ഷെ നിങ്ങൾ തമ്മിൽ സഹകരിച്ചുകൊണ്ട് മാത്രമാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. അത് പിന്നെ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കളി പ്രസ്റ്റീജ് ആവും. കപ്പിന്റെ കളിയാണ് അത്, ചെറിയ കപ്പാവട്ടെ വേൾഡ് കപ്പാവട്ടെ. അതുകൊണ്ട് ആരോഗ്യപരമായ കോമ്പറ്റീഷനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ആരെയും കുറ്റം പറയണില്ല, ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നില്ല. ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. രണ്ട് ടീം ആ സ്പിരിറ്റോടെ കാണുക. ഇന്നത്തെ കളിയുടെ അതിനൊരു ക്ലാപ്പ് കൊടുക്കുക. അതൊരു സ്പിരിറ്റ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതിന് മറ്റൊരു ബഹളത്തിലോട്ടൊന്നും പോയില്ല. കോച്ചുമാരെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ സ്പിരിറ്റ്, ഇപ്പുറത്തെ കോച്ചും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ സ്പിരിറ്റ്. രണ്ടുപേര് രണ്ട് ക്ലബിൽ നിന്നാണ്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ അവർ ഓസ്ട്രേലിയ ആണെങ്കിൽ ഇവര് ഇംഗ്ലണ്ടെന്നോ, രണ്ട് രാജ്യക്കാർ തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ്. ആ സമയത്ത് പറഞ്ഞ വിഷയം എന്ത് തന്നെയായാലും ഇതിനെ നിങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കുക. ഒന്ന്, ആ സ്പിരിറ്റിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അമ്പയേഴ്സ് കളി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ സിസ്റ്റമായിട്ട് വിട്ടാൽ, ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞ് കളിക്ക് തീരില്ല. 15-16 ഓവറായിട്ട് താഴ്ത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പറയണേ 2020 ഫോർമാനായിട്ട് ഫ്രണ്ടിലോട്ട് പോട്ടെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ഒരിടത്തും പ്രതീക്ഷിക്കേണ്ട. അരമണിക്കൂർ ലേറ്റ് ഉണ്ടെങ്കിൽ TDC അമ്പയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആ ഓവർ കട്ട് ചെയ്യും. സംഘാടകർ പറയണ കേൾക്കില്ല. ക്ലിയർ? ഞാൻ അനൗൺസ്മെന്റ് വേണം, ഞാൻ ഇനി ഇവിടെ അമ്പയറിന് വരികയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾ പറയണ കേൾക്കില്ല. ക്ലിയർ? ഒന്ന്. രണ്ടാമത് മറ്റേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് ഇതിനേക്കാളുപരി ട്രോഫി കൊടുക്കുന്നതിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ നടന്നു. ഒന്നാമത് ഇന്നത്തെ ആദ്യത്തെ കളി ലോർഡ്സ് അല്ലേ, ലോർഡ്സ് ടീമിന്റെ പെട്ടെന്നുള്ള ഡെസ്പ്, ആ ഡെസ്പിൽ നിന്ന് ആ ലോർഡ്സ് ടീമിന്റെ രണ്ടാമത്തെ ഒരു റിട്ടേൺ വരവുണ്ടായിരുന്നു. അത് തികച്ചും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ടീം പെട്ടെന്ന് വീണതിന് ശേഷം തിരിച്ചൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് രണ്ടാമത്തെ കളിയിൽ തിരിച്ചുകൊണ്ട് നല്ലൊരു ഗെയിം മാച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട്. പക്ഷെ ഇതിനേക്കാളുപരി നമ്മുടെ വിന്നിംഗ് ടീം ഇപ്പോൾ ഈ കപ്പ് വാങ്ങുന്ന ടീമിന്റെ ഒരു പയ്യനടിച്ച സെഞ്ചുറി ഉണ്ട്. എനിക്ക് അതിന്റെ പേരൊന്നും നമ്മൾ കളിയിൽ ഈ ഹെൽമെറ്റ് ചെയ്യുന്നുണ്ട്. അവനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കാൻ വിളിക്കും, അടുത്ത് വിളിക്കുമായിരിക്കാം. കൊടുത്തു. അപ്പൊ അവൻ ഇങ്ങോട്ട് വരിക. അവനെ ഇൻഷ അടിച്ച ഒരു സെഞ്ചുറി ഉണ്ട്. അവന്റെ ആ കോൺഫിഡൻസ്, പിന്നെ അതിൽ തന്നെ ലൈഫ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ല. എവിടെയും 2 ലൈഫാണ് അവന് കിട്ടുന്നത്. 2 ലൈഫാണ്. ഒരു ലൈഫ് ഒരു കടുത്ത LBW ആണ് അവൻ അതിജീവിച്ചത്. പക്ഷെ അവന്റെ ആ എഫക്റ്റിന് അത് 100% അംഗീകരിച്ചുകൊണ്ട് അവനൊരു ക്ലാപ്പ് കൊടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ ഒരു വനിതയുടെ തിരിച്ചുവരവെന്ന് കാണാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്. കാരണം കഴിഞ്ഞ ഫൈനലിൽ ഇതേ ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ വളരെ മറ്റൊരു രീതിയിൽ കളി മാറ്റുകയും ഇന്ന്
കഠിനമായ രീതിയിൽ ആ കളി തിരിച്ച് പിടിച്ചുകൊണ്ട് വന്ന ഒരു പരിപാടിയുണ്ട്. അത് അഭിനന്ദിക്കാതിരിക്കും ഒരു നിവർത്തിയില്ല. എവിടെ എനർജി തിരിച്ചു കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. അത് അവളുടെ മിടുക്കാണ്. അവൾ എങ്ങനെ അത് ബാക്കപ്പ് ചെയ്തെന്നോ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് പേരെടുത്ത് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഈ ട്രോഫി എടുക്കുന്നത് മിത്ര അല്ലേ? പവിത്ര ഇത് ഈ പവർ എടുക്കണമല്ലോ. ഇത് എങ്ങനെയാണ് ആവാഹിച്ച് എടുത്തിട്ട് ആ ഒരു റിട്ടേൺ എഫക്റ്റിനെ തീർച്ചയായിട്ടും അഭിനയിക്കുന്നത് നിങ്ങളുടെ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വഴി ഈ എഫക്റ്റ് തുടരുക. അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും. എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുക്കാൻ പറ്റും. പിന്നെ പവിത്രയ്ക്കല്ലാതാണ് ആർക്കാണ് അർഹത? ഇന്നത്തെ കളി ഈ കളി ഫ്ലോ ബാക്കാണ് പോയത്. അതുകൊണ്ട് ഞാൻ പവിത്രയെ നിർത്തിക്കൊണ്ടതിന് ആ മാൻ ഓഫ് ദ മാച്ച് നാളത്തെ പറയുന്നത് ആർക്കെങ്കിലും റിപ്പോർട്ടേക്ക് പറയാൻ കേട്ടോ. എൻ്റെ ഒരു സജഷൻ ഞാൻ ചെയ്യണമെന്നുള്ളത് അത് പവിത്രയ്ക്ക് അർഹത എന്നതാണ്. പവിത്രയ്ക്ക് ആ ട്രോഫി കൊടുക്കാനുള്ള ഏറ്റവും വലിയ അർഹത എനിക്കല്ല. കോച്ചിനുള്ള വിലക്ക് പുള്ളിയെടുത്ത എഫക്റ്റിനെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഞാൻ പുള്ളിയെ തന്നെ ശരിക്കും നല്ലൊരു മാൻ ഓഫ് ദ ഫൈനലാണ്. വീഡിയോ 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 അമ്പയർ കൊറേ വെള്ളം മാത്രം കാണാമായിരുന്നു. ഒപ്പം തന്നെ ഇതാ പവിത്രയ്ക്ക് ലോർഡ്സ് ക്ലബിന്റെ വകയായിട്ട് ഒരു സ്പെഷ്യൽ അവാർഡ്, പ്ലെയർ ഓഫ് ദ വീക്ക് എന്ന് പറയാം, എന്നൊക്കെ പറയാം, ഒരു സ്പെഷ്യൽ അവാർഡ് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ ലോർഡ്സിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്. ഇങ്ങനെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാവരും സ്പോർട്സ് മാച്ചിലൂടെ കാണുക. ഞങ്ങളും അതേ കാണുള്ളൂ. അവരാണ് ഇങ്ങനെ എന്നാലും ആരോണ് നീ ഇങ്ങനെ പറഞ്ഞില്ല. നല്ല ക്ലാരിറ്റി ഉണ്ടോ? എന്തൊരു ക്ലാരിറ്റി. രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്. ക്ലാരിറ്റി ഒരു രക്ഷയില്ല. പാതിരാത്രി ക്ലൈമാക്സിലോട്ട് അതൊരു ഫൈനൽ ആവുമ്പോഴോ ഞങ്ങൾക്ക് ഫൈനൽ ഡിസിഷൻ. കാരണം ഈ കളി എന്ന് പറഞ്ഞാൽ ഞങ്ങള് നേരത്തെ നിർത്തേണ്ടത് നിങ്ങൾ ചെയ്ത ഒരു മറ്റു കാര്യങ്ങളുണ്ട് ഇതിനിടയിൽ. ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് നേരത്തെ അതിനൊരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞു എല്ലാവർക്കും തന്നെ. സാർ അപ്പോൾ